എടാ എന്നാ ഈ പഴം തിന്നാട്ടെ. പിന്നെ ഒരു ചെമ്പ് ചോറ് തിന്നിട്ടല്ലേ നിക്കുന്ന്, അതുകൊണ്ട് കുടല് സ്ഥലം ഉണ്ടാവില്ലല്ല. ഒരു പൂച്ചക്ക് നുള്ളിയിരുന്ന അത്ര ചോറല്ലേ നീയെല്ലാം തിന്നിട്ടില്ലൂ. എന്നിട്ടാ ഈ പറയുന്നേ ഈ ഒരു പഴം തിന്നേണ്ട സ്ഥലമല്ല നിന്റെ കുടലെല്ലാം ഉണ്ട്. എന്നാ തിന്ന്. അല്ല നീ പുറത്തെല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ബിരിയാണി ഓർഡർ ചെയ്ത് അതിന്റെ അപ്പുറം കുറെ ചിക്കൻ പൊരിച്ചത് ഓർഡർ ചെയ്ത് ഇതെല്ലാം തിന്ന് കഴിഞ്ഞിട്ടാകുമ്പോ നാരങ്ങ വെള്ളം കുടിച്ച് അതിന്റെ മേലെ ഐസ്ക്രീം തിന്ന് അന്നേരമല്ല നിന്റെ എല്ലാം വയറ്റിൽ നല്ലോണം സ്ഥലം ഉണ്ടല്ല. ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തരുമെന്നാ തിന്നാൻ കഴിയാത്തത്. ഇത് ഈ ഒരു പഴം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഇതായിട്ട് എനിക്ക് പുയിങ്ങാനും പൊരിക്കാനും നനക്ക് കഴിയില്ല. ഒരിക്കൽ തിന്നൂട്. വയറ്റിൽ എത്തിയാൽ എനിക്ക് അത്രയും സമാധാനമല്ലേ. ഒരു തുള്ളി ചോറ് നിന്നിട്ട് ഒരു നേന്ത്രപ്പഴം തിന്നാൻ ഓന് കയ്യില പോലും. ഒരിക്കൽ തിന്നാട്ടെ. ഇതെല്ലാം നല്ലതാണ് ആരോഗ്യത്തിന്. അല്ല പുറത്ത് പോയിട്ട് നിങ്ങൾ ഈ പൊച്ച കോയും മറ്റേ ഐസ്ക്രീമും പാരി വെച്ച് തിന്നുന്ന പോലെ ഒന്നല്ല. ഇവിടുന്ന് നല്ല വൃത്തിക്ക് എന്തെങ്കിലും തരുമ്പം പറ്റൂല അവന്. പുറത്ത് പോയിട്ടാകുമ്പോൾ നല്ലോണം തിന്നാൻ കഴിയും. തിന്നാട്ടിരിക്കാം. അത്രക്ക് നിന്റെ കുടല് സ്ഥലമില്ലാന്ന് ഞാൻ എനിക്ക് നോക്കട്ടാർന്ന്. ചോറ് വെച്ചിട്ട് എത്ര പോലും. എന്നാ ആ വിശക്കാണോ? അല്ലപ്പാ നീ ചോറ് തിന്നിട്ട് അരമണിക്കൂറായി ഇടാ. ചോറ് നിന്നിട്ട് പാത്രം കഴിച്ച് ഞാനിവിടെ വന്നിട്ട് ഒരിക്കൽ കിടന്നില്ലല്ലേ ഇല്ലു. അപ്പത്തേക്ക് നിനക്ക് വിശപ്പളി പോയാ? നിന്റെ വയറ്റിലെന്നാടെ കോയിയായിട്ടുണ്ടാ നേരെ നേരെ തിന്നാൻ വേണ്ടിട്ട്. ഇവിടെ തിന്നാനൊന്നുമില്ല. വിശക്കുന്ന് ഇതന്നെയല്ലേ പണി. ഏത് നേരെ തിന്നല്. അതൊന്നും വലിയ വിശപ്പാണല്ലോ നിന്റെ. ഓഹോ ദഹിക്കട്ടെ. ആദ്യം തിന്ന ചോറ് ആദ്യം ദഹിക്കട്ട് എന്നിട്ടല്ലേ അടുത്തത്. ചെക്കൻ്റെ കുടലിൽ കോയിയായിട്ടുണ്ടെന്ന് തോന്നുപ്പാ.